തീർച്ചയായും പ്രതീക്ഷാനിർഭരമാണ് കേരളത്തിൽ ഇടതുമുന്നണി നേടിയ വലിയ വിജയം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ്. കഴിഞ്ഞ 5 വർഷത്തെ UDFിൻ്റെ ഭരണം അങ്ങേയറ്റം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒന്നായിരുന്നു. അപ്പോൾ അഴിമതിക്കെതിരായി, ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി, വർഗീയതയ്ക്കെതിരായി ഒക്കെ കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. അതുപോലെ സംഭവിച്ചിരിക്കുകയാണ്. ഈ വിധിയെഴുത്ത് പ്രതീക്ഷാനിർഭരമാണ്, ആഹ്ലാദകരമാണ്, ആവേശനിർഭരവുമാണ്. എൻ്റെ വിജയവും ഇതിൻ്റെ ഭാഗമാണ്. തൃപ്പൂണിത്തറയിലെ വിജയം കേരളത്തിൽ ഇടതുപക്ഷം നേടിയ പൊതുവായ വിജയത്തിൻ്റെ ഭാഗമാണ്. അത് അഴിമതിക്കെതിരെ ഒരു ജനത സ്വീകരിച്ച ഇച്ഛാശക്തിയുള്ള നിലപാടാണ്. തീർച്ചയായും തൃപ്പൂണിത്തറയിലെ വോട്ടർമാരെ പ്രത്യേകമായി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. തീർച്ചയായും തൃപ്പൂണിത്തറയിലെ തെരഞ്ഞെടുപ്പിനെ പ്രത്യേകമായിട്ടെടുത്ത് നമ്മൾ പരിശോധിച്ചാൽ ഒട്ടേറെ തെറ്റായ പ്രവണതകളുടെ വേദിയായിരുന്നു അത്. ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയവും വികസന കാര്യങ്ങളും ചർച്ച ചെയ്യാൻ UDFോ NDAയോ ശ്രമിച്ചിരുന്നില്ല. അവർ എപ്പോഴും ഊന്നിയത് വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലും അപവാദ പ്രചരണങ്ങളിലും തറവേലകളിലും അപരനെ നിർത്തലിലും അങ്ങനെയൊക്കെയായിരുന്നു. അതിനൊക്കെ സമൂഹം പ്രബുദ്ധരായ വോട്ടർമാർ കൊടുത്തൊരു തിരിച്ചടി കൂടിയാണ്. ജനങ്ങൾ അഴിമതിക്കെതിരായി പ്രബുദ്ധമായ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ.